ഹരിയുടെ ഈ വരവ് എനിക്ക് പാരയാവുന്ന ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു വെച്ച പോലെ തന്നെ ശരിയായി. അച്ഛനെ കിട്ടിയപ്പോ അവൾക്ക് കോശങ്ങളും വേണ്ട, കുറച്ചു ദിവസം ലീവ് എടുത്ത് വിശ്രമിച്ചോളാൻ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ തന്നെ വേണം. 10-20 കൊല്ലം കൊണ്ട് അവരെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചു കൊടുത്തില്ലേ? കുറച്ചുനാള് മുമ്പ് വരെ കോശങ്ങളില്ലാതെ ഒന്നിനും വയ്യാന്ന് പറഞ്ഞ് നടന്നിരുന്നവൾക്ക് ഇപ്പൊ അച്ചായനില്ലാതിരിക്കുന്ന നല്ലതെന്ന് തോന്നി തുടങ്ങി. അതിനുള്ള ധൈര്യം അവർക്ക് കിട്ടിയത് എവിടുന്ന? പണമാണ് മനുഷ്യന് അഹങ്കാരവും ധൈര്യവും ഒക്കെ മുളപ്പിച്ചു കൊടുക്കുന്നത്. അല്ലടോ, പണം മാത്രമല്ല, ഹരിയുടെ പ്രസൻസ് അവൾ ഒരുപാട് കൊതിച്ചതാ. ഓർക്കാപ്പുറത്ത് അത് കൈ കിട്ടിയപ്പോ അവൾ അങ്ങ് മതിമറന്നു പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ എന്തു പറഞ്ഞാലും അവൾ അതനുസരിക്കും. അത് അപകടമാണ്, സൂക്ഷിക്കണം. ഏയ്, ഹരിയുടെ ഒരു ക്യാരക്ടർ വെച്ച് അയാൾ ഒരു പരിധിവിട്ട കളിയൊന്നും കളിക്കില്ല. അതാ ഒരു സമാധാനം. ശരിയാ, അയാളൊരു മാന്യനായതുകൊണ്ട് നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു. ഹരിയുടെ സ്ഥാനത്ത് അച്ചായനെങ്ങാനും ആയിരുന്നെങ്കിൽ ഹരിയുടെ പൊടി പോലും ഈ ടെറിട്ടറിയിൽ ഉണ്ടാകുമായിരുന്നില്ല, ഇല്ലേ? എന്താണോ പറഞ്ഞതിന്റെ അർത്ഥം? പറഞ്ഞോ, ഞാനൊരു തൊട്ടിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? ആണോന്ന്? എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ അച്ചായനോട് പറയൂ? ഞാൻ എന്താ അങ്ങനെ പറയാൻ? പോട്ടെ, ഒരു നാക്കുപഴ വന്നുപോയി. താനും എനിക്ക് മനസ്സുകൊണ്ട് എതിരാണോ? അതാണോ നാവിൽ ഇങ്ങനെയൊക്കെ വന്നു പോകുന്നത്? കോശിയെ വിട്ട് പോണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണം. നല്ല രീതിക്ക് പോയാ പോകുന്നവർക്ക് കൊള്ളാം. പണിയും തന്നിട്ട് പോവാന്ന് വിചാരിച്ച അച്ഛൻ എന്ത് വർത്താനായി പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ആരെയും വിശ്വസിക്കാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയല്ലോ കേട്ടോ. എല്ലാരെയും സംശയത്തിന്റെ കണ്ടുവച്ചാ അച്ചായൻ കാണുന്നത്. ഞാൻ എന്റെ സ്വന്തം ഭാര്യയോട് പോലും ഇത്രയ്ക്ക് ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. അതെങ്ങനെയാ? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാന്നല്ലേ പറയുക? എന്നാ തുറന്നു കാണിക്കണോ? ചെമ്പരത്തിയാണോ മുല്ലപ്പൂവാന്ന് പറയാ ഞാൻ. പറഞ്ഞു കേറല്ലേ. എല്ലാവർക്കും ഞാനൊരു മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒരുത്തനും അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. താനും അങ്ങനെ തന്നെയാ. കൂറ് കാണിക്കേണ്ടത് വാക്കിലല്ല, പ്രവൃത്തിയില്ല. ഞാൻ അച്ചായനോട് 100% കൂറ് കാണിച്ച് തന്നെയാ നിൽക്കുന്നത്. തങ്കപ്പന്റെ സ്വഭാവം ഇതാ. ഒട്ടും കൂടുതലുണ്ടാവില്ല, കുറയിലും ഉണ്ടാവില്ല. പക്ഷെ എന്നെക്കാളും കൂടുതൽ വിശ്വസിച്ചതല്ലേ അവളെ. അവള് കാണിച്ചത് നന്ദികേടല്ലേ? അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്ത? എടോ, അവളെ ബുദ്ധിയും വിവേകവും ഒരു മനുഷ്യജീവിയായിട്ടേ ഞാൻ കണക്കിലെടുത്തിട്ടില്ല. പിന്നെ അവളൊരു പ്രതിഭാസമാ. വായു പോലെ, അഗ്നി പോലെ, വെള്ളം പോലെ. ഭഗവാനെ, ഈ പറഞ്ഞതൊക്കെ പ്രശ്നമാ സൂക്ഷിച്ചില്ലെങ്കിൽ. പക്ഷെ ബുദ്ധിയുള്ളവൻ അതിനെ മെരുക്കി സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ചാടി വരുന്ന വെള്ളത്തിനെ കരണ്ടാക്കിയെടുക്കും, തീ കൊണ്ട് അരിവയ്ക്കും, വായു വലിച്ചെടുത്ത് ജീവിക്കും. അതുപോലെ അല്ലേ? അതെ. ഇന്ന് താൻ എന്താ രാവിലെ കഴിച്ചത്? കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്നും കഴിച്ചില്ല. ആഹാ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ബെല്ലയുടെ ഈ ചാട്ടം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. നിർമ്മല ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെ മാത്രം. ആ വീട്ടിലേക്ക് നിർമ്മല വന്ന് കേറുന്നതോടെ ഈ അച്ഛനും മകളും കളി അങ്ങ് അവസാനിക്കും. താൻ കണ്ടോ? എന്നാ മതി. ആരെങ്കിലും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നു എന്നറിയുമ്പോ എനിക്ക് വല്ലാത്ത ഒരു നെഞ്ചരിച്ചില്ല. ഇപ്പോ എനിക്ക് സമാധാനമായി. എന്നാ ഞാൻ പോട്ടെ ചായ.